എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇന്ന് രാത്രിയോടെ തന്നെ ഈ ഒരു റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാത്രിയോടെ അല്ലെങ്കിൽ അതായത് ഇന്ന് രാത്രി ഏകദേശം ഒരു 8 മണിയോടെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആയിട്ടുള്ള vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറാണ് യൂസർ ID ആയിട്ട് നൽകേണ്ടത്. പാസ്വേഡ് നിങ്ങളുടെ പാസ്വേഡ് അത് നൽകി ക്യാപ്ച കൂടി നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് ഒന്നാമത്തെ ഓപ്ഷനാണ് എങ്കിൽ വിദ്യാർത്ഥികൾ അതായത് ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷനാണ്. അതായത് ഫീസും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സും നൽകി പെർമനൻറ്റ് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അല്ല 2 മുതൽ ബാക്കിയുള്ള ഏതെങ്കിലും താഴ്ന്ന ഓപ്ഷനുകളാണ് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് ടെമ്പററി അഡ്മിഷൻ എടുത്തുകൊണ്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ടെമ്പററി അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഫീസോ മറ്റോ അടയ്ക്കേണ്ടതില്ല. എന്നാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സോ ഒക്കെ നൽകിക്കൊണ്ട് സ്കൂളിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 5-ാം തീയതി മുതൽ അതായത് 5-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂൺ 7-ാം തീയതി വരെയാണ് ഈ ഒരു അഡ്മിഷനായിട്ടുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്തിനുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരുന്നാൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സർക്കുലർ പ്രകാരം നൽകിയിട്ടുള്ളത് ഈ ഒരു ജൂൺ 5 മുതൽ പ്രവേശനം സാധ്യമാകും വിധത്തിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ന് വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടെ ആ റിസൾട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് VHSE പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷകർക്ക് അതായത് അലോട്ട്മെൻറ്റ് വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനും അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഒന്നാം അലോട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ 5 മുതൽ ജൂൺ 7-ാം തീയതി വൈകിട്ട് 4 മണി വരെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അതുപോലെ ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്ഥിര പ്രവേശനം ആണ് ലഭിക്കുക. ഇവർക്ക് താൽക്കാലിക പ്രവേശനം അനുവദനീയമല്ല. താഴ്ന്ന ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാൻ കാത്തിരിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക പ്രവേശനം നേടാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ജൂൺ 7-ന് വൈകിട്ട് 4 മണിക്ക് മുൻപ് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ റിപ്പോർട്ട് ചെയ്ത് സ്ഥിരമായോ താൽക്കാലികമായിട്ടോ പ്രവേശനം നേടാതിരുന്നാൽ പ്രവേശന പ്രക്രിയയിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.